കുടുംബസ്വത്ത് തട്ടിയെടുക്കുന്നതിനായി വീട്ടിൽ നിന്നും പുറത്താക്കിയതായി പരാതിയുമായി യുവതി. ലോകനാർക്കാവ് സ്വദേശിയായ നിഷയാണ് അച്ഛന്റെ പേരിലുള്ള കുടുംബസ്വത്ത് തട്ടിയെടുക്കാൻ സഹോദരനോടൊപ്പം അമ്മയും ചേർന്ന് തന്നെയും മകളെയും വീട്ടിൽ നിന്നും പുറത്താക്കിയതായി പരാതിപ്പെട്ടത്. കമ്പനികളിലേക്കുള്ള ക്യാമ്പസ് ഇന്റർവ്യൂ 100% വിജയം ഉറപ്പു നൽകുന്നു. ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ. നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ. മഹാരാജാസ് കോളേജ്, പച്ചക്കറിമുക്ക്, മേപ്പയിൽ, വടകര. കുടുംബസ്വത്ത് തട്ടിയെടുക്കുന്നതിനായി വീട്ടിൽ നിന്നും പുറത്താക്കിയതായി പരാതിയുമായി യുവതി. ലോകനാർക്കാവ് സ്വദേശിയായ നിഷയാണ് അച്ഛന്റെ പേരിലുള്ള സ്വത്ത് തട്ടിയെടുക്കാൻ സഹോദരനോടൊപ്പം അമ്മയും ചേർന്ന് തന്നെയും മകളെയും വീട്ടിൽ നിന്നും പുറത്താക്കിയതായി പരാതിപ്പെട്ടത്. ലോകനാർക്കാവ് ക്ഷേത്രത്തിന് മുൻവശത്തുള്ള 10 സെന്റ് ഭൂമിയും വീടും കടയും അടങ്ങുന്ന കുടുംബസ്വത്ത് തട്ടിയെടുക്കുന്നതിനു വേണ്ടിയാണ് സഹോദരൻ തന്നെയും മകളെയും വീട്ടിൽ നിന്നും ഇറക്കിവിട്ടതെന്ന് നിഷ വടകരയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അമ്മയും ആങ്ങളെൻ്റെ ഭാര്യയും അവർ നാളെ വരുമ്പോഴത്തേക്ക് പൂട്ടി താക്കോലൊക്കെ എടുത്ത് ഗേറ്റ് അടക്കം പൂട്ടിപ്പോയി. അപ്പോൾ ഞാനും മോളും കുറച്ച് നേരം അവിടെ നിന്ന് നോക്കി. അപ്പോൾ അവിടെ ഒരു ഷോപ്പുണ്ട്, അവിടെ നിന്ന് നോക്കി. അപ്പോൾ ആരെയും കാണാത്തപ്പോൾ ഞങ്ങളെ കുറച്ച് അങ്ങോട്ട് ഞങ്ങളെ ബന്ധു വീടുണ്ടായിരുന്നു. അപ്പം മോളെയും കൂട്ടി ഞാൻ അവിടെ പോയി. അവിടെ വരാ ഓല് പറഞ്ഞു ഞങ്ങൾക്ക് 4:30 മോനെ കൂട്ടി കോട്ടയം പോകണം എന്ന് പറഞ്ഞു. നിങ്ങൾ പിന്നെ ഒറ്റയ്ക്ക് ഇവിടെ ഇരിക്കേണ്ടി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ മോളെയും കൂട്ടി അങ്ങോട്ട് പോകും. പിന്നെയും വീട്ടിൻ്റെ റോഡ് സൈഡ് അവിടെ തന്നെ പോയി നിന്നു. അപ്പോൾ അവിടുന്ന് കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ അയ്യപ്പ മടയുണ്ട്, അയ്യപ്പ മഠത്തിൽ പോയിരുന്നു. അവിടുന്ന് കുറച്ച് കഴിയുമ്പോൾ ഞാൻ എൻ്റെ അനിയത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു അങ്ങനെ പിന്നെ അവരൊക്കെ പൂട്ടിപ്പോയി ഞാളിവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ മോനെയും കൂട്ടി ഏകദേശം ചോറും കൊണ്ട് വന്നു. അപ്പോൾ അവൾ പറഞ്ഞ് അയ്യപ്പ മഠത്തിൽ നിന്ന് കഴിച്ചു വിടാലോ. പാർട്ടി ഓഫീസിൽ പോയിരുന്നു. ഞങ്ങൾ ഇവർക്ക് കൊടുത്ത് ചോറ് ഒക്കെ പനിയായിരുന്നു, കുറച്ച് ചോറ് കൊടുത്ത. അപ്പോൾ പാർട്ടി ഓഫീസിലുള്ളൊരു അവർ പറഞ്ഞു ഇവിടെ ഇരിക്കാൻ പറ്റില്ല എന്നോ. അപ്പോൾ ഞാൻ അവിടുന്ന് വനിതാ കമ്മീഷൻ ഓലെ വിളിച്ചു, സതീദേവി മാഡത്തിനെ വിളിച്ചു. ഞാൻ പറഞ്ഞു മാഡം ഞാനിവിടെ പാർട്ടി ഓഫീസിലുള്ളത്, അവരെന്നെ പൂട്ടി പോയി, ഞാൻ മോളെയും കൊണ്ട് എന്താ ചെയ്യണ്ടേ? അപ്പോൾ അവർ പറഞ്ഞ് അവിടെ ആരും ഇല്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇവിടെ ഒരാളുണ്ട് ഭാസ്കരൻ എന്നാൽ ഓലെടുത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഓലെടുത്ത് കൊടുത്തപ്പോൾ ഓലോട് പറഞ്ഞു ഞാൻ ഇന്നലെ പോലീസിനെ വിട്ടിക്കല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ നിൽക്കാം, ഫോൺ കട്ടാക്കി എന്നോട് പറഞ്ഞു ഇവിടെ നിൽക്കാൻ പറ്റില്ല മോളെ, നീയും കുട്ടിയുള്ളതല്ലേ, ഞാൻ അവിടെ തന്നെ കൊണ്ടാക്കാമെന്ന് പറഞ്ഞാൽ അവരെന്നെ ആ വീട്ടിലേക്ക് തന്നെ കൊണ്ടാക്കി. അപ്പോൾ അവിടെ കൊണ്ടാക്കി ഞാൻ അന്ന് അവിടെ നിന്ന് അടുത്ത വീട്ടിലുള്ളവർ പൊളിച്ച് 4:30 ആകുമ്പോഴത്തോ അവർ കോട്ടയത്തേക്ക് പോയി. ഞാൻ മോളെയും കൊണ്ട് പുറത്തിരുന്നു. മോൾക്ക് നല്ല പനിയായിരുന്നു. അപ്പോൾ പിന്നെ അതിൻ്റെ തലേ ദിവസം എന്നെ കുറേ അടിക്കുകയൊക്കെ ചെയ്തു, കഴുത്തൊക്കെ പിടിച്ച് ഞെക്കി. അപ്പോൾ ഞാൻ അമ്മേനെ ഉന്തിയിടുകയൊക്കെ ചെയ്തു. ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വന്നു അവിടെ കാണിച്ചു. അപ്പോൾ ഒരു പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു പിന്നെ എക്സ്റേ എടുക്കണം. അപ്പോൾ എക്സ്റേ എടുത്ത് ഇഞ്ചക്ഷനൊക്കെ ചെയ്ത് എന്നാൽ കേസാക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ കാണിച്ച് എക്സ്റേ ഒക്കെ എടുത്ത് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു. അപ്പോൾ അവൻ്റെ ഭാര്യയും അവനും കൂടി പോലീസ് സ്റ്റേഷനിൽ വന്നു. ഞാൻ അവളെ അടിച്ചിരിക്കുന്നൊക്കെ പറഞ്ഞ് അവിടെ വന്നു ഒരു കേസ് കൊടുത്തു. അപ്പോൾ പോലീസ് കാവിലുള്ളൊരു പോലീസ് അറിയുന്നുണ്ട്. അപ്പോൾ എന്നോട് ഇച്ചിരി കേസാക്കണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണോ, അവനെ അത്രയും ഉപദ്രവിച്ചിരിക്കുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എക്സ്റേ ഉണ്ട്, പിന്നെ ഇഞ്ചക്ഷൻ ചെയ്തിക്ക്, പിന്നെ ഗുളികയുണ്ട്, പെറ്റ മരുന്നൊക്കെ തന്നിക്കുന്നതാണ്. അപ്പോൾ പിന്നെ അന്നേരം കാണിച്ച് ഞാൻ അവിടെ പോയി കേസൊക്കെ കേസെടുത്തിട്ടില്ല. ഞാനിത് പറഞ്ഞപ്പോൾ കേസ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനും അനിയത്തിനെ വിളിച്ചിട്ട് അനിയത്തി ഉണ്ടായിരുന്നു. അപ്പോൾ വീട്ടിലേക്ക് വന്നു. പിറ്റേന്ന് 2 പോലീസുകാർ വീട്ടിലേക്ക് വന്നു. ഞാൻ അന്നേരം അവിടെ ഇല്ലായിരുന്നു, എനിക്കൊരു പരീക്ഷേൻ്റെ ഇതുകൊണ്ട് ഞാൻ അവിടെ ഇല്ല. അപ്പോൾ ഓരെന്നെ വരുമ്പോൾ വിളിച്ചു, ഞാനിങ്ങനെ എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ കാവിലി അമ്പലത്തിൻ്റെ മുമ്പിൽ തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ പിറ്റേ ദിവസം അവർ പറഞ്ഞു മൊഴിയെടുക്കാൻ വരണമെന്ന്. ഞങ്ങൾ വീട്ടിൽ വരണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ അങ്ങ് പോലീസ് സ്റ്റേഷനിൽ വരാമെന്നാണ്. അപ്പോൾ ഞാൻ പോയി, ഞാനും അനിയത്തിയും കൂടി പോയി മൊഴിയെടുത്തു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു പിന്നെ ഒരാൾ പിന്നെ സാക്ഷി പറയുകയാണെങ്കിൽ കുറേ ആൾ ഓടി വന്നിക്കായിരുന്നു, അടിക്കുമ്പോൾ എന്നെ ഇവിടെയൊക്കെ പിടിക്കുമ്പോൾ കുറേ ആൾ വന്നിക്കായിരുന്നു. ഒരാൾ സാക്ഷി പറയുകയാണെങ്കിൽ ഞാൻ കേസെടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അതെനിക്കറിയില്ല, ഒരു കേസ് പറയുമെന്ന് എനിക്കറിയില്ല. മൊഴിയോടെ എടുത്തു, FIR ഇട്ടു. എന്നിട്ട് ഞാനിങ്ങ് പോന്നു. പിറ്റേ ദിവസമാണ് ഇവരെന്നെ എന്നെയും മോളെയും പൂട്ടി പോകുന്നത്. അപ്പോൾ കോടതിയിൽ പിറ്റേ ദിവസവും കോടതിയിൽ വന്നിക്കായിരുന്നു. കോടതിയിൽ പിന്നെ ഞാനും മോളും പോയി, അവനും വന്നിക്കായിരുന്നു. അപ്പോൾ മൂക്കന്ന് ഓണത്തിൻ്റെ പിന്നെ ഇവിടെ ഗവൺമെൻറ് സ്കൂളോട് പഠിക്കുന്നത്. അപ്പോൾ അവിടെ ഓണസദ്യയൊക്കെ ഉണ്ട്. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് മോളെയും കൂട്ടി വൈകുന്നേരം വീട്ടിൽ പോയി. എൻ്റെ ഷോപ്പിൽ പോയി അവിടെ നിന്ന് അങ്ങ് വീട്ടിൽ പോയതാണ്. അപ്പോൾ ചെല്ലുമ്പോൾ ഒരു ഗേറ്റൊക്കെ പൂട്ടി പോയി കളഞ്ഞ്. എന്നിട്ട് ഞാൻ ഓണത്തിൻ്റെ തലേ ദിവസം ആ ബന്ധു വീട്ടിൽ നിന്ന് ഓല് പറഞ്ഞു എനിക്ക് എൻ്റെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനും മോളും അച്ഛൻ്റെ ഏട്ടൻ്റെ വീട്ടിലേക്ക് പോയി. ഇപ്പോൾ അവിടെയാണ് നിൽക്കുന്നത്. കുറ്റ്യാടി നെട്ടൂരിന് സമീപം താമസിക്കുന്ന അച്ഛന്റെ സഹോദരനോടൊപ്പമാണ് ഇപ്പോൾ യുവതി കഴിയുന്നത്. വനിതാ കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. കേസുമായി മുന്നോട്ട് പോകാൻ സാമ്പത്തിക പരിമിതി ഉള്ളതായും നിഷ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്.
കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.